ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം എന്ത് ചെയ്ത് ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേട്ടാൽ കിട്ടിപ്പോവും. അമ്മാതിരി രീതിയിൽ ഇവരെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഇങ്ങനെ പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞത് ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവള് ഈ വീട്ടിനകത്ത് പട്ടിണി. രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണ നിശ്ചയവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വേഗത്തിൽ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചു നിന്ന ഫാമിലിക്ക് പെട്ടെന്ന് പൊടുന്നതിനെ മകൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ഒരു വലിയൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നത് ശരിയുമല്ല, അത് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ജോർജ് കുട്ടി പറഞ്ഞ പോലെ അത് ഞങ്ങളോടൊപ്പം തീരട്ടെ എന്ന് ആ കുടുംബക്കാർ വിചാരിച്ചോട്ടെ എന്നുള്ളത് മാത്രമാണ്. ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത ഒരു മാതാപിതാക്കളെ അത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അരങ്ങേറിയതിൻ്റെ ഭാഗമായി അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു. മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെയും സംഭവിക്കുന്നു പലതും. അപ്പം ആ കുട്ടി ഇന്നലത്തെ ആ കുട്ടിയുടെ വീട്ടിലും പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിലത് പറയേണ്ടി വരും. അതെന്താണെന്നുള്ളതൊക്കെ എനിക്ക് ഇന്നലെ മനസ്സിലായി. ആ കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അവിടെ നടന്നത് എന്താണെന്നും ഒക്കെ. ഈ പറയുന്ന പയ്യന് പരസ്ത്രീ ബന്ധമുണ്ട്. ഈ പയ്യനും മറ്റൊരു പെണ്ണുമായിട്ടുള്ള ചാറ്റ് എന്ത് ചെയ്തു? ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്, അതായത് അശ്ലീല ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് എത്തുകയും അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഈ പെൺകുട്ടിയെ ഇതിൽ നിന്നും കല്യാണത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നന്ദന പിടിച്ച പിടിയാലെ എന്താണ് ആ പയ്യനെ തന്നെ മതി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. ഒരു അമ്മയും അച്ഛനും അല്ലേ, അവർക്ക് എന്തായാലും സ്വന്തം മകള് മറ്റൊരു തന്നെ ഇതുപോലെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു പയ്യനുമായിട്ട് കെട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ മുന്നേ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു? എതിർത്തു. പക്ഷെ അവളതിന് ഈ നന്ദന അതിന് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ നന്ദന എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. അല്ലാതെ നമ്മൾ കല്യാണം നടത്താത്തതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അമ്മയുടെ വെർഷൻ അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ നന്ദന പറയുന്നത് മറ്റൊരു വെർഷനാണ്. അപ്പൊ നന്ദനയുടെ ഭാഗം കേൾക്കുമ്പോൾ നന്ദനയുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ല, ശരിയുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു കാര്യം ആദ്യം പറയും, രണ്ടോ ഭാഗത്തും തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടോരോ ഭാഗവും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നന്ദന പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, അമ്മ പറഞ്ഞ സംഭവം എന്താണ്? ഈ പയ്യന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. പരസ്യ ബന്ധത്തിനേക്കാൾ ഉപരി മറ്റ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? പിന്നെ ഇതിൽ നിന്ന് കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നന്ദന പറയുന്ന വർഷം മറ്റൊന്നാണ്. അതായത് ഇവരുടെ എൻഗേജ്മെന്റ് ഇവരുടെ പെണ്ണ് കാണൽ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം, അതായത് 18-ാം തീയതിയാണ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. തൊട്ട് 19ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഈ പറയുന്ന ഈ നന്ദനയുടെ ചേച്ചി പൊന്നൂസിന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്കാണ് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായി? ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നിരുന്നു. അതിനുശേഷം നന്ദന തന്നെ ഇടപെട്ട് എന്ത് ചെയ്തു? ഈ പയ്യന്റെ അടുത്ത് തിരക്കി, ഇതിൽ സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. അതിനുശേഷം ഈ പറയുന്ന മെസ്സേജ് അയച്ച പെൺകുട്ടിയില് അവരെ വെച്ച് ക്ലാരിഫിക്കും. ഈ ഒരു പ്രശ്നത്തിന് ശേഷം, ബ്ലോക്ക് ആയതിനു ശേഷം ഇവര് നിരന്തരം അച്ഛനും അമ്മയും ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരം എന്ത് ചെയ്ത് ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേട്ടാൽ കിട്ടിപ്പോവും. അമ്മാതിരി രീതിയിൽ ഇവരെ തള്ളിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് കവളിലെയും കഴുത്തിലും അവിടെയൊക്കെ പാടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഈ അടിയും കൊണ്ടുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസുകാർ കേസ് എടുക്കണമോ എന്ന് നന്ദന എടുത്ത് ചോദിച്ചു. അമ്മയുടെയും അച്ഛന്റെയും പേരിൽ കേസ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദന പറഞ്ഞു വേണ്ട, അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നീട് വേണ്ടാന്ന് കരുതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ഏതാണ്ട് 1-2 മാസം കൊണ്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഇങ്ങനെ പുകയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവള് പറഞ്ഞ ഏതാണ്ട് 28 ദിവസം വരെ ഇവള് പട്ടിണി കിടന്നു. 28 ദിവസം വരെ ആഹാരമൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും തിന്നാതെ 28 ദിവസം വരെ ഇവൾ ഈ വീട്ടിനകത്ത് പട്ടിണി കിടന്നു. അതുപോലെ ഇവൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിച്ച എടുത്ത് കഴിക്കടി എന്ന് അമ്മ പറയും. അമ്മയ്ക്ക് ഒരാൾക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായി തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ് അമ്മയ്ക്കുള്ളത്. അത് മോളാണോ മക്കളാണോ എന്ന് ചോദിക്കില്ല. അപ്പൊ ഇങ്ങനെ ഇവളെ 28 ദിവസം വരെ ഇവളിങ്ങനെ പട്ടിണി കിടന്നിട്ടും അവളെ ചോറ് വല്ലതും കഴിക്കുകയാണെങ്കിൽ, ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതിനെ കണ്ടി പോയി തിന്നടി എന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനും പറയുമായിരുന്നു. അച്ഛൻ നിരന്തരം ഈ പറയുന്ന നന്ദനെ ഉപദ്രവിക്കുമായിരുന്നു. അതുമല്ല ഇവരെന്തെങ്കിലും ടൂറിനോ ഗുരുവായൂരോ അങ്ങനെ എന്തോ പോയി ഇവളെ കൊണ്ടുപോകാതെ ഇവളെ അവിടെ ആക്കിയിട്ട് പോയി വേറെ ഏതോ ഒരിടത്ത് പോകാതെ ഇപ്പൊ പൊന്നു എന്തിനാ ഇവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടുവന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവര് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫോൺ പിടിച്ചു വാക്കുകയും അവന്റെ ഫോൺ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന നന്ദന പറയുന്നത്. അതുമല്ല ഇത്രയും അടി കിട്ടിയവൾക്ക് ഒരു രക്ഷയുമില്ല. അവിടെ ഇരുന്ന ചിലപ്പോൾ അവിടെ ജീവൻ തന്നെ പോകും എന്നൊരു സിറ്റുവേഷൻ വന്നു. കാരണം എന്തായാലും ഇതെല്ലാം അറിഞ്ഞ് അവന് വേറെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല
ഒക്കെ സോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻഗേജ്മെന്റിനെ ഉറപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഈ ചേച്ചിയുമായിട്ട്, അപ്പൊ എനിക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചേച്ചിക്ക് ഇതിന് നല്ലൊരു റോളുണ്ട്. അതായത് പൊന്നുവിന്റെ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. അവർ ഈ ഇവരുടെ ഇതിലേറി കളിക്കും. അവരും ഈ പറഞ്ഞ നന്ദനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡുമായി തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം, അവർക്ക് അങ്ങോട്ട് ഒരു അപ്പൊ നമ്മുടെ ഉപ്പുമുളകും ഫാമിലിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മൂപ്പൻസ് വ്ലോഗിന്റെ ആ ഒരു ഇതാണ് കേട്ടത്. മൂപ്പൻസ് വ്ലോഗിന്റെ അതിനകത്ത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ ഒരു നന്ദനയുടെ അമ്മ, അതായത് നന്ദനയുടെ അമ്മയും അച്ഛനും ഇപ്പൊ വന്ന് കരഞ്ഞ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ. നമ്മുടെ ഉപ്പുമുളകും ഫാമിലിനകത്ത് മെയിൻ അംഗങ്ങൾ ഇപ്പോഴത്തെ അവര് വന്നിട്ട് അവരുടെ ആ ഒരു സൈഡാണ് ഈ മൂപ്പൻ പറഞ്ഞത്. ഇനി രാജ് ടോക്സിനകത്ത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദന എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിയുടെ സൈഡാണ് ഇവര് പറഞ്ഞത്. എനിക്കിത് എല്ലാം കൂടെ കേട്ടിട്ട് ഇത് നല്ലൊരു സീരിയലിന്റെ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കഥയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നല്ലൊരു സീരിയൽ ഉണ്ടാക്കാം. കാര്യം ഒരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്, പാവപ്പെട്ട 2 അമ്മയും അച്ഛനും സ്വന്തം മക്കളെ 19-ാം വയസ്സിൽ കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയും അച്ഛനും, അത് അവര് ദാരിദ്ര്യത്തിൽ നിന്നാണ് അവർ കെട്ടിപ്പടത്തി ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ലാസ്റ്റ് അവരുടെ മകള് കല്യാണപ്രായമായപ്പോഴത്തേക്കും മകൾ ഒളിച്ചോടിപ്പോയി. ആദ്യത്തെ മകള് പോയി. അത് കഴിഞ്ഞിട്ട് ആ മകള് പിന്നെ ആ മകളായിട്ട് ഒച്ചപ്പാടും ബഹളവും, ആ മകളായിട്ട് പിന്നെ കുറെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ ഒന്നിക്കുന്ന ആ സുഹൃന്ന നിമിഷം അത് നടക്കും. പിന്നെ അവരുടെ രണ്ടാമത്തെ മോള് ഒളിച്ചോടിപ്പോവും. രണ്ടാമത്തെ മോള് കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന ചെക്കനായിട്ട് കല്യാണം കഴിച്ചു പോകും. ഇവരെ കൂട്ടാണ്ട് കല്യാണം കഴിച്ചു പോകും. അപ്പൊ അത് ഇവരെ ഭയങ്കര വേദനിപ്പിക്കും. അങ്ങനെ ഇവരത് കരയും. അപ്പൊ അതൊക്കെ ഒരു സീരിയലിലെ കഥ, ഒരു ടിപ്പിക്കൽ സാധനം. അപ്പൊ ഈ ഒരു മകൾക്കട സൈഡിനകത്ത് പറഞ്ഞ് ഈ രാജ് ടോക്സ് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മകളുടെ ഇപ്പം നിലവിനകത്തുള്ള ഈ ചെക്കനുണ്ടല്ലോ, ആ ഒരു ചെക്കന് മുന്നേ ഏതോ പെണ്ണായിട്ട് ബന്ധമുണ്ടായിട്ട് അവർ തമ്മിലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ഈ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്നൊക്കെ ഉള്ള രീതിക്കാണ് പറയുന്നത്. ഇനി അത് തന്നെയാണ് കാരണമെന്ന് തന്നെ ഇരിക്കട്ടെ, അതാണിക്കും കാരണമെന്നാണ് ഈ പുള്ളി പറയുന്നത് കേട്ടിട്ട് തോന്നുന്നത്. അതാണ് കാരണമെങ്കിൽ അത് ഈ പെണ്ണിന് പ്രശ്നമില്ലെങ്കിൽ, അതായത് ഇവരുടെ മകളായിട്ടുള്ള ഈ നന്ദന എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം? അതായത് മകളെ നിങ്ങളെ എങ്ങനെ വളർത്തിയോ അങ്ങനെയാണ് മകള് തിരിച്ച് പ്രതികരിക്കുള്ളൂ. അപ്പൊ നമുക്ക് 100% ഇപ്പൊ മാതാപിതാക്കളുടെ തെറ്റാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മകളുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് തീരുമാനിക്കും അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ. അതിപ്പോ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങൾ ഇത്രയും നാള് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇപ്പൊ കെട്ടുപ്രായമായോ, അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞോ, പിന്നെ എല്ലാം അവളുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇരുന്ന് എത്ര കരഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി നാട്ടുകാരെ കാണിച്ചു അവസാനം നാട്ടുകാരെ അതിനകത്ത് കയറി ഇടപെടുമ്പോൾ നാട്ടുകാരെ കുറ്റക്കാരാക്കുന്ന നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, അതൊരു മാതിരി ചീപ്പ് പരിപാടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് അതിനകത്തൊന്നും എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ ഈ ഇവർക്ക് കുറെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഫാൻസൊക്കെ വന്ന് എന്നെ ചീത്ത വിളിച്ചെന്നൊക്കെ പറയാം. അപ്പോൾ എന്നെ ദയവ് ചെയ്താലും ചീത്ത ഒന്നും വിളിക്കരുതേ, എങ്ങാനും നിങ്ങളെ ചീത്ത വിളി കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ നിർത്തിപ്പോയാലോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഫാൻസിനോടാട്ടോ പറയുന്നത്, ഇവരെ ഉപ്പുമുളക് ലൈറ്റിന്റെ ഫാൻസിനോട്. അപ്പം എന്തായാലും അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പം നമുക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം വീഡിയോയുടെ കമന്റ് ആയിട്ടോ. അപ്പോൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ, സീ യു.